posteriorly it covers the rectum and forms a deep pouch between the uterus and urinary bladder, that is a recto-uterine pouch or Douglas. Okay, ഇവിടെ കാണുന്നുണ്ടല്ലോ, ദിസ് ഇസ് ദി recto-uterine pouch. യൂട്രസും റെക്ടോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ പോർഷൻ, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് കണക്ട് ചെയ്യുന്ന പോർഷൻ. സോ രണ്ടെണ്ണാണുള്ളത്, വെസിക്കോ യൂട്രൈനും റെക്ടോ യൂട്രൈനും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻ ഈസ് ദി മയോമെട്രിയം. ഇറ്റ് ഈസ് ദി മിഡിൽ ലെയർ ഓഫ് ദ യൂട്രസ്. മയോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വിച്ച് വിൽ ബി കമ്പോസ്ഡ് ഓഫ് മസിൽസ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ദാറ്റ് ആർ തിക്കസ്റ്റ് ഇൻ ദി ഫണ്ടസ് ആൻഡ് തിന്നസ് ഇൻ ദി സെർവിക്സ്. ഇപ്പോൾ ഫണ്ടസ് പോർഷനിലാണെങ്കിൽ അത് ഭയങ്കര തിക്കും, പിന്നെ താഴത്തോട്ടേക്ക് തിന്നായിട്ടാണ്, സെർവിക്സ് പോർഷനിലോട്ടേക്ക് തിന്നായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ മസിൽസാണ്. അപ്പോൾ ഇതിന് ഫങ്ഷൻ എന്ന് പറയുമ്പം കൂടുതലായിട്ടും ചൈൽഡ് ബർത്തിൻ്റെ ടൈമിലായിരിക്കും. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് ലേബർ ആൻഡ് ചൈൽഡ് ബർത്ത് ദ കോർഡിനേഷൻ കോൺട്രാക്ഷൻ ഓഫ് ദ മയോമെട്രിയം ഇൻ റെസ്പോൺസ് ടു ഓക്സിറ്റോസിൻ. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ ഓക്സിറ്റോസിനാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇറ്റ് ഇസ് ദി ഹോർമോൺ ബൈ ഇറ്റ്സ് നെയിം ബർത്ത് ഹോർമോൺ. സോ ബർത്ത് ഹോർമോൺ ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഈ മസിൽസിൻ്റെ മുകളിലാണ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും, അതിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവും, കോർഡിനേറ്റഡ് കോൺട്രാക്ഷൻ. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ടു പ്രൊമോട്ട് ദി പാസേജ് ഓഫ് ദ ഫീറ്റസ് ഫ്രം ദ യൂട്രസ് ടു ദ എക്സ്റ്റീരിയർ. അപ്പോൾ ഈ ഫീറ്റസിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക്, നോർമൽ ടൈമിൽ തന്നെ ഫീറ്റസിനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഓക്സിറ്റോസിൻ ഈ കോൺട്രാക്ഷൻ ഉണ്ടാവും മയോമെട്രിയത്തിൻ്റെ. അങ്ങനെ ഫീറ്റസ് പുറത്തോട്ടേക്ക് വരികയും ചെയ്യും. അതാണ് ഈ മയോമെട്രിയത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദി innermost lining, that is the endometrium. It is the inner layer of the uterus and it is highly vascularized. Vascularized എന്നാൽ നമുക്കറിയാം ബ്ലഡ് വെസൽസ് കൂടുതലുള്ള ഏരിയ ആയിരിക്കും. എൻഡോമെട്രിയത്തിന് നമുക്ക് again രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്ട്രാറ്റം ഫങ്ഷനാലിസ് ആൻഡ് സ്ട്രാറ്റം ബേസാലിസ്. ഫങ്ഷനാലിസ് ദാറ്റ് ലൈൻസ് ദ യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് സ്ലഫ് ഓഫ് യൂറിങ് മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ സ്ട്രാറ്റം ഫങ്ഷനാലിസ് ആണ് ഏറ്റവും ഉള്ളിലുള്ള ലെയർ. അപ്പോൾ ആ ഉള്ളിലുള്ള ലെയർ ആക്ച്വലി എൻഡോമെട്രിയത്തിൻ്റെ സ്ട്രാറ്റം ഫങ്ഷനാലിസ് മാത്രമേ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ ടൈമിൽ റപ്ചർ ചെയ്ത് പോകുന്നുള്ളൂ, ബേസാലിസ് പോകുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബേസാലിസിൽ നിന്ന് വീണ്ടും നെക്സ്റ്റ് മന്ത് സൈക്കിൾ ആകുമ്പോഴത്തേക്കും വീണ്ടും സ്ട്രാറ്റം ഫങ്ഷനാലിസ് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രാറ്റം ഫങ്ഷനാലിസ് ലൈസ് ദ യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് സ്ലഫ് ഓഫ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ ആൻഡ് സ്ട്രാറ്റം ബേസാലിസ് ദ ഡീപ്പർ ലെയർ പെർമനൻറ്റ്, കണ്ടോ, പെർമനൻ്റ് ആണ് ആൻഡ് ഗീവ്സ് റൈസ് ടു ന്യൂ സ്ട്രാറ്റം ഫങ്ഷനാലിസ് ആഫ്റ്റർ ഈച്ച് മെൻസ്ട്രേഷൻ. ഓക്കെ, റെഡി ആണല്ലോ. ദെൻ അപ്പോൾ യൂട്രസ് അത്രയേ ഉള്ളൂ, സ്ട്രാറ്റം ഫങ്ഷനാലിസും ബേസാലിസും, അതോടുകൂടി യൂട്രസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി വെജൈന, യൂട്രസിൻ്റെ താഴത്തോട്ടേക്കുള്ള പോർഷൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻറ്റേർണൽ ഓസ് എക്സ്റ്റേണൽ ഓസ് ഒക്കെ ഇതാ ഈ പിക്ചറിനകത്ത് നന്നായിട്ട് കാണുന്നുണ്ട്. ഈ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വെജൈന ഇറ്റ് ഇസ് എ ട്യൂബുലർ സ്ട്രക്ചർ hardly 10 cm long and fibromuscular canal lined with mucous membrane. ഇഷ്ടം പോലെ മ്യൂക്കസ് മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ആൻഡ് വെജൈനൽ മുകളിലും താഴെയെന്ന് പറയുകയാണെങ്കിൽ എക്സ്റ്റേർണലി എക്സ്റ്റീരിയർ ആണ് അതിൻ്റെ ഒരു ഏരിയ. എന്ന് വെച്ചാൽ ബോഡിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഉള്ളൊരു ഓപ്പണിംഗ് ആണ് വെജൈന. ദെൻ അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ എക്സ്റ്റീരിയർ ടു ദ ബോഡി ഓഫ് ദ യൂട്രൈൻ സെർവിക്സ്. അപ്പോൾ ഈ സെർവിക്സ് അല്ലെങ്കിൽ ഇതാ കണ്ടോ, ഈ എക്സ്റ്റേണൽ ഓസിലെ എക്സ്റ്റേണൽ ഓസിൻ്റെയും ഈ ലേബിയം എന്ന് വെച്ചാൽ ഇത് ബോഡീൻ്റെ എക്സ്റ്റീരിയർ ആണ് ലേബിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന ഹാർഡ്ലി 10 cm വരുന്ന പോർഷനെയാണ് നമ്മൾ വെജൈന എന്ന് പറയുന്നത്. റെഡി. ദെൻ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റിസെപ്റ്റക്കിൾ ഫോർ ദ പെനസ് ഡ്യൂറിങ് ദ സെക്ഷുവൽ ഇൻ്റർകോഴ്സ്. അപ്പോൾ ഈ വെജൈനൽ ഓപ്പണിങ്ങിൽ കൂടെയാണ് ആക്ച്വലി പെനസ് എന്ത് ചെയ്യണത്, ഇൻസേർട്ട് ആവുന്നത് during the time of sexual intercourse. Then it is the outlet of menstrual flow. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഈ വരുന്ന യൂട്രസിൽ നിന്ന് വരുന്ന മെൻസ്ട്രൽ ഫ്ലോ ഈ വെജൈന വഴിയാണ് ബോഡിയിൽ നിന്ന് പുറത്തോട്ടേക്ക് പാസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ദി ഔട്ട്ലെറ്റ് ഫോർ മെൻസ്ട്രൽ ഫ്ലോ. ആൻഡ് തേർഡ് വൺ ഇസ് ദ പാസേജ് ഫോർ ചൈൽഡ് ബർത്ത്. ഓഫ് കോഴ്സ്, കാരണം അതും യൂട്രസ് നിന്നാണ് വരുന്നത്. യൂട്രസിൽ നിന്ന് ബോഡിയിലെ എക്സ്റ്റീരിയറിലോട്ടേക്കുള്ള ഓപ്പണിംഗ് ആണ് ആക്ച്വലി ദിസ് വെജൈന. റെഡി. ഓക്കെ, ദെൻ വെജൈന ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്ടം. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ച്വലി വെജൈനയാണ് രണ്ടിൻ്റെ ഇടയിലുള്ളത്, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്കാണ് ബാക്കി യൂട്രസ് നിൽക്കുന്നത്. നേരത്തെ കണ്ട പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. ഓക്കെ, റെഡി ആണല്ലോ വെജൈന. ദെൻ നെക്സ്റ്റ് ഇസ് ദ മ്യൂക്കോസ ഓഫ് ദ വെജൈന ഇസ് കണ്ടിന്യൂസ് വിത്ത് ദാറ്റ് ഓഫ് ദി യൂട്രസ്. ഓക്കെ, അത് നമ്മൾക്കറിയാം. ദെൻ ഹിസ്റ്റോളജിക്കലി
ഇവിടെ 2 ടൈപ്പ് എന്തുണ്ട് ടിഷ്യൂ ഉണ്ട്. ഇറ്റ് ഇസ് കൺസിസ്റ്റ് ഓഫ് നോൺ കെരാറ്റിനൈസ്ഡ് stratified squamous epithelium and areolar connective tissue that lies in the series of transverse fold called rugae. കണ്ടോ, ഇവിടെ കുറേ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് സെക്ഷനായിട്ട് ഇങ്ങനെ ഫോൾഡ് പോലെ ഇരിക്കുന്നില്ല, മടങ്ങിയിരിക്കുന്ന പോലെ കാണുന്നുണ്ടല്ലോ ഈ വെജൈനയ്ക്കുള്ളിൽ. ആ ഫോൾഡ്സിനെയാണ് ആക്ച്വലി പറയണത് റൂഗെ, ട്രാൻസ്വേഴ്സ് ഫോൾഡ് കോൾഡ് റൂഗെ. പിന്നെന്താ, ദ മെസ്കുലാരിസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഔട്ടർ സർക്കുലർ ലെയർ ആൻഡ് ആൻ ഇന്നർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ഓഫ് smooth muscle that can stretch considerably to accommodate the penis during sexual intercourse and the child during birth. അപ്പോൾ നമുക്കറിയാം ഒരു വെജൈനൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ദെൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് സെക്ഷൽ ഇൻ്റർകോഴ്സ് പെനിസ് കുറച്ചുകൂടെ വലിയൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് ഇൻസേർട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, വെജൈനൽ ഓപ്പണിംഗ് അല്ല, വെജൈന ഫുള്ളായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇങ്ങനത്തെ ടൈപ്പിലുള്ള മസിൽസ് ഇതിനകത്ത് പ്രസൻറ്റ് ആയിട്ടുള്ളത്. ദെൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് ഓൾസോ, ഒരു ബേബി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ടേക്ക് വരികയാണ്. സോ ആ ടൈമിലും എന്ത് ചെയ്യണം, അത് വൈഡൻ ചെയ്യണം. അപ്പോൾ ഈ 2 ഫംഗ്ഷനും വേണ്ടിയിട്ടാണ് ആക്ച്വലി റൂഗെ എന്ന് പറയുന്ന ഒരു ഫോൾഡ് ആയിട്ടിരിക്കുന്നത്. റൂഗെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൊമക്കിൻ്റെ കേസിൽ. ഇനി ഒരു കേസിലും കൂടെ നമുക്ക് കാണാം റൂഗെ. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. റെഡി? ദെൻ അത്രയേ ഉള്ളൂ നമ്മുടെ ആ പോർഷൻ. വെജൈന കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എക്സ്റ്റേണൽ ഓർഗൻസ്. എക്സ്റ്റേണൽ ഓർഗൻസിൽ ദ ഫസ്റ്റ് വൺ ഇസ് ദി വൾവ. ടോട്ടലി നമ്മൾ പറയുന്നത് വൾവ ഓർ പ്യൂഡൻറ്റം എന്നാണ് പറയുന്നത്. ദെൻ അതിനകത്ത് വരുന്ന കുറച്ചധികം സ്ട്രക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫോംസിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് മോൺസ് പ്യൂബസ്. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പിക്ചർ കാണിച്ചു തരാം. മോൺസ് പ്യൂബസ് ആൻറ്റീരിയർ ടു ദി വെജൈനൽ ആൻഡ് യൂറിത്രൽ ഓപ്പണിംഗ് ആൻഡ് എലിവേഷൻ ഓഫ് ദി അഡിപ്പോസ് ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് കോസ് പ്യൂബിക് ഹെയർ ദാറ്റ് കുഷ്യൻസ് ദി പ്യൂബിക് സിംഫൈസിസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്കിന്നും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ മുകളിൽ ഹെയർസും കാണുന്ന ഏരിയനാണ് ആക്ച്വലി നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. കണ്ടോ പിക്ചർ? ഇത് ഒരാളിങ്ങനെ കിടക്കുന്ന ഫോട്ടോ ആണ്, അതിനകത്തുനിന്ന് പിക്ചർ വരച്ചെടുത്തതാണ്. സോ ഏറ്റവും മുകളിൽ കാണുന്ന പോർഷനാണ് മോൺസ് പ്യൂബസ്. ബാക്കിയുള്ള ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ദിസ് ഈസ് ലേബിയ മെജോറ, അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ലേബിയ മൈനോറ, യൂറിത്രൽ ഓപ്പണിംഗ്, ദെൻ വെജൈനൽ ഓപ്പണിംഗ്, പെരിനിയം, ഏനസ്, ദെൻ ക്ലിറ്റോറിസ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലേബിയ മെജോറ. ഫ്രം ദ മോൺസ് പ്യൂബസ് 2 longitudinal folds of the skin extend inferiorly and posteriorly. അല്ലേ, നമുക്ക് ഇങ്ങനെ ഈ പിക്ചറിൽ തന്നെ കാണാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, 2 സൈഡിൽ കൂടെയും വരുന്നതാണ്. സോ ദാറ്റ് ഈസ് ലേബിയ മെജോറ. അവിടെയും എന്തുണ്ട്, ഇറ്റ് ഈസ് കവേർഡ് ബൈ പ്യൂബിക് ഹെയർ ആൻഡ് കണ്ടെയ്ൻ abundance of adipose tissue, sebaceous gland and apocrine pseudoryferous gland. അത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗ്ലാൻഡ്സ് ഒക്കെയാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ദിസ് ലേബിയ മെജോറ ഇസ് ഹോമോലോഗസ് ടു സ്ക്രോട്ടം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ സ്ക്രോട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്രോട്ടത്തിൻ്റെ അതേ ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് ഫങ്ഷണലി ഇറ്റ് ആക്ട് ആസ് ദി സെയിം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സൊക്കെ. അപ്പോൾ ആ സ്ക്രോട്ടത്തിൻ്റെ അതേ ആക്ഷൻ അല്ലെങ്കിൽ അതേ ഫങ്ഷൻ ഫീമെയിലിൽ കാണിക്കുന്ന ഏരിയയാണ് ലേബിയ മെജോറ. ദെൻ നെക്സ്റ്റ് ഇസ് ലേബിയ മൈനോറ. ലേബിയ മെജോറേൻ്റെ ഉള്ളിൽ കാണുന്ന ഏരിയയാണ് ലേബിയ മൈനോറ. Then medial to the labia majora are 2 smaller folds of skin called the labia minora. പിന്നെ ലേബിയ മെജോറേൻ്റെ മുകളിൽ ഹെയർസ് ഉണ്ടായിരുന്നു, ലേബിയ മൈനോറിൻ്റെ മുകളിൽ ഹെയർസ് ഇല്ല. ദേ ആർ ഡിവോയ്ഡ് ഓഫ് പ്യൂബിക് ഹെയർ ആൻഡ് ഫാറ്റും ഇല്ല, പ്യൂബിക് ഹെയറും ഇല്ല. ആൻഡ് ഹാവ് ഫ്യൂ സ്യൂഡോറിഫറസ് ഗ്ലാൻഡ്സ് ആൻഡ് മെനി സെബേഷ്യസ് ഗ്ലാൻഡ്സ്. ഇഷ്ടംപോലെ സെബേഷ്യസ് ഗ്ലാൻഡ്സും അതുപോലെ സ്വെറ്റ് ഗ്ലാൻഡ്സും പ്രസൻ്റ് ആണ് ഈ ലേബിയ മൈനോറയിൽ. ദെൻ ദ ലേബിയ മൈനോറ ഇറ്റ് ഈസ് ഹോമോലോഗസ് ടു സ്പോഞ്ചി യൂറിത്ര. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂറിത്രയുടെ ഡിഫറെൻറ്റ് ഏരിയ. അപ്പോൾ സ്പോഞ്ചി യൂറിത്രയ്ക്ക് ഇക്വേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ദിസ് ലേബിയ മൈനോറ. ദെൻ നെക്സ്റ്റ് ഇസ് ദ ക്ലിറ്റോറസ്. നമ്മൾ അതിൻ്റെ മുകളിലാണ് പിക്ചറിൽ കണ്ടത്. ക്ലിറ്റോറസ് ഇസ് എ സ്മോൾ സിലിണ്ടറിക്കൽ മാസ് കമ്പോസ്ഡ് ഓഫ് 2 സ്മോൾ ഇറക്ടൈൽ ബോഡീസ്, ദ കോർപ്പോറ കാവർണോസ ആൻഡ് ന്യൂമറസ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ അത് കമ്പോസ്ഡ് ആയിരിക്കുന്നത് ഈ ഇത്രയും സെൽസ് കൊണ്ടാണ്.
ദെൻ ക്ലിറ്റോറിസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ആൻറ്റീരിയർ ജംഗ്ഷൻ ഓഫ് ദ ലേബിയ മൈനോറ. ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള ഒരു ജംഗ്ഷനിലാണ് ഈ ക്ലിറ്റോറിസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദ എക്സ്പോസ്ഡ് പോർഷൻ ഓഫ് ദ ക്ലിറ്റോറിസ് ഇസ് ദി ഗ്ലാൻസ് ക്ലിറ്റോറിസ് എന്ന് വെച്ചാൽ കാണാവുന്ന പോർഷൻ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ, ദാറ്റ് ഇസ് ഗ്ലാൻസ് clitoris. It is homologous to glans penis in males. Okay, then next is the vestibule. The region between labia minora is the vestibule. Labia minora ന്റെ ഇടയിലുള്ള പോർഷൻ ആണ് vestibule. Then within the vestibule are the hymen. അപ്പോൾ ഹൈമൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ഹൈമൻ കാണുന്നത്. അത് എല്ലാ ആൾക്കാരിലും കണ്ടോളണമെന്നില്ല, എല്ലാ ഫീമെയിലും. അത് ഇല്ലാതാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നോർമലി സൈക്കിൾ ഒക്കെ ചവിട്ടുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡാൻസ്, അതുപോലെ ഈ ചാടി ഓടി കളിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ സ്പോർട്സിലൊക്കെ പോകുന്ന ആൾക്കാർക്കും ഒരു പരിധിവരെ ഇതിൻ്റെ പ്രസൻസ് ഹൈമൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അത് ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ് സ്കിന്നാണ്, അല്ലെങ്കിൽ ആ ലെയർ പെട്ടെന്ന് റപ്ചറായി പോകുന്നതാണ് അതിന് കാരണം. ഓക്കെ, ദ വെജൈനൽ ഓറിഫിസ്, ദ എക്സ്റ്റേണൽ യൂറിത്രൽ ഓറിഫിസ് ആൻഡ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഡക്ട് ഓഫ് ദ സെവറൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റിബ്യൂളിലാണ് ഇത്രയും ഏരിയ മുഴുവൻ കാണുന്നത്. വെജൈനൽ ഓറിഫിസ്, എക്സ്റ്റേണൽ യൂറിത്രൽ ഓറിഫിസ് ആൻഡ് ദ ഓപ്പണിംഗ് ഓഫ് ഡക്ട് ആൻഡ് ദി ഗ്ലാൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദി ബൾബ് ഓഫ് ദി വെസ്റ്റിബ്യൂൾ. Consist of two elongated masses of erectile tissue just deep to the labia on either side of the vaginal orifice. ഈ vaginal orificeൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ഇറക്ടൈൽ ടിഷ്യൂ ആണ് ബൾബ് ഓഫ് വെസ്റ്റിബ്യൂൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ പെരിനിയം. ഇറ്റ് ഈസ് ദി diamond shaped area medial to the thighs and the buttocks of both male and female. The perineum നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ പിക്ചറിൽ. ഡ്യൂറിങ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് പെരിനിയം ചെറുതായിട്ട് ടിയർ ചെയ്യാറുണ്ട്, എന്നാലേ വെജൈനൽ ഓപ്പണിങ്ങിൽ കൂടെ ബേബിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് പെരിനിയം. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദി മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനാറ്റമി ഇവിടെ കഴിയും. പിന്നെ ഊജെനസിസും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിളും കൂടിയേ പറയാനുണ്ടാവും. ഓക്കെ, so mammary gland, within each breast is a mammary gland, a modified pseudoreferous or sweat gland. അപ്പോൾ നമുക്ക് ആക്ച്വലി മാമറി ഗ്ലാൻഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആണോ സ്യൂഡോറിഫറസ് ഗ്ലാൻഡ് ആണോ എന്ന് ഇതുവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഇൻ ബോത്ത് ദി ഏരിയ, ബോത്ത് ദ സ്വെറ്റ് ഗ്ലാൻഡ് ആൻഡ് എ സ്യൂഡോറിഫറസ് ഗ്ലാൻഡ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മിൽക്ക്. ഓക്കെ, മാമറി ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് 15 to 20 ലോബ്സ്. ഒരു ഗ്ലാൻഡിനകത്ത് ഇത്രയും ലോബ് പ്രസൻ്റ് ആണ്, സെപ്പറേറ്റഡ് ബൈ വേരിയബിൾ എമൗണ്ട് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ രണ്ട് ലോബിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ദെൻ ഈച്ച് ലോബ് സെവറൽ സ്മോളർ ലോബ്യൂൾസ്. ഓക്കെ, നമ്മൾ നോർമലി പഠിക്കുന്ന പോലെ തന്നെ ലോബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ലോബ്യൂൾസ് ഉണ്ടാവും. ലോബ്യൂൾസിൻ്റെ ഉള്ളിൽ എന്താണ്? ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ഓഫ് മിൽക്ക് സെക്രേറ്റിംഗ് ഗ്ലാൻഡ്സ് കോൾഡ് ആൽവിയോളൈ. അപ്പോൾ ആദ്യം ലോബാണ്, ലോബിൻ്റെ ഉള്ളിൽ ലോബ്യൂൾസ് ആണ്, ആ ലോബ്യൂൾസിൻ്റെ അകത്താണ് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ മുന്തിരിക്കൊലകൾ പോലെ ഉണ്ടാവും, ഗ്രേപ്സ് പോലെ. അപ്പോൾ ആ ചെറിയ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ പറഞ്ഞത് മിൽക്ക് സെക്രേറ്റിംഗ് ഗ്ലാൻഡ്സ്. അവരുടെ പേരാണ് ആൽവിയോളൈ. ഓക്കെ, ദെൻ കോൺട്രാക്ഷൻ ഓഫ് ദ മയോ എപ്പിത്തീലിയൽ സെൽസ് സറൗണ്ടിങ് ദ ആൽവിയോളൈ ഹെൽപ്സ് പ്രൊപ്പൽ മിൽക്ക് ടുവേർഡ്സ് നിപ്പിൾസ്. എന്ന് വെച്ചാൽ അവിടെ കുറേ സെൽസ് ഉണ്ട്, ലൈക്ക് മയോ എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ ഈ ആൽവിയോളൈനെ സറൗണ്ട് ചെയ്തിട്ടാണ് മയോ എപ്പിത്തീലിയൽ സെൽസ് ഉള്ളത്. അവരാണ് എന്ത് ചെയ്യുന്നത്? അത് കോൺട്രാക്റ്റഡ് ആവും. അത് കോൺട്രാക്റ്റഡ് ആകുമ്പോൾ ഓഫ് കോഴ്സ് എന്ത് പറ്റും? നിപ്പിൾസിൻ്റെ അടുത്തോട്ടേക്ക് ഈ മിൽക്ക് എത്തും. അപ്പം നിപ്പിൾസ് കൂടിയാണ് ആക്ച്വലി ബേബി അതിനെ സക്ക് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, when milk is being produced, it passes from alveoli into a series of secondary tubules and then into the mammary duct. I'll show you a pic. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. അതിനകത്തുനിന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ദാ നിപ്പിൾസ് കാണാം. അതിൻ്റെ സൈഡിലുള്ള ഡാർക്ക് കളർ ഏരിയനാണ് നമ്മൾ ഏരിയോള എന്ന് പറയണത്. ഇവിടെ ഒരു ലാക്റ്റിഫറസ് സൈനസ് കാണുന്നുണ്ട്, ലാക്റ്റിഫറസ് ഡക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, സൈനസ് ഇപ്പം എന്താണെന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ ഈ പിക്ചർ?
Then near the nipple, the mammary duct expands slightly to form a sinus called a lactiferous sinus. ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ, ചെറുതായിട്ട് അത് അവിടെ എക്സ്പാൻഡ് ഏരിയ ആയിരിക്കും, ഒരു വൈഡൻ ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറും. ദാറ്റ് ഇസ് സൈനസ്. ഓക്കെ, വേർ സം മിൽക്ക് മേ ബി സ്റ്റോർഡ് ബിഫോർ ഡ്രെയിനിങ് ഇൻ ടു ദി ലാക്ടിഫറസ് ഡക്ട്. അപ്പോൾ ഈ ലാക്ടിഫറസ് ഡക്റ്റിലോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് സമയത്തേക്ക് ഈ സൈനസിൻ്റെ അകത്ത് മിൽക്കിനെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, each lactiferous duct typically carries milk from one of the lobes to the exterior. അപ്പോൾ ഓരോ ലോബിനും എക്സ്റ്റീരിയറിലോട്ടേക്ക് പോകുന്ന ഏരിയയാണ് ലാക്ടിഫറസ് ഡക്റ്റ്. ദ ഫങ്ഷൻ ഓഫ് ദ മെമ്മറി ഗ്ലാൻഡ് ആർ ദ സിന്തസിസ്, സെക്രീഷൻ ആൻഡ് ഇജക്ഷൻ ഓഫ് മിൽക്ക്. ഇതിന് ടോട്ടലി പറയുന്ന പേരാണ് ലാക്ടേഷൻ. എന്ന് വെച്ചാൽ മിൽക്കിൻ്റെ സിന്തസിസും സെക്രീഷനും ഇജക്ഷനും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. വേണമെങ്കിൽ ഇതിനെപ്പറ്റി കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഉള്ളിലുള്ള കുറേ ലെയേഴ്സ് ഉണ്ട്. ഇനി ആ ഡക്റ്റിൻ്റെ കുറച്ചും കൂടി ഡെപ്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദെൻ ഇവിടെ കുറച്ച് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സാണ്, മെയിൽ ഫീമെയിൽ സ്ട്രക്ചേഴ്സ്. വെച്ചാൽ ഫീമെയിൽ സ്ട്രക്ചറിൻ്റെ ഓവറീസിന് ഹോമോലോഗായിട്ടുള്ളതാണ് ടെസ്റ്റസ്, ഓവം ടു സ്പം സെൽ, ലേബിയ മെജോറ ടു സ്ക്രോട്ടം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആവശ്യമാണെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ താങ്ക് യു. ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്.